നമസ്തേ, ഹാപ്പി മാത്സ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഈ ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ 1 സെറ്റ്സിലെ എക്സാമ്പിൾ 15, 16, 17 ഡിസ്കസ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതെനിക്കൊരു സന്തോഷമാണ്, കൂടുതൽ വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷനുമാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Example 15. Let set A equal to 2, 4, 6, 8 and set B equal to 6, 8, 10, 12. Find A intersection B. ഇവിടെ നമുക്കൊരു സെറ്റ് എയും തന്നിട്ടുണ്ട്, സെറ്റ് ബിയും തന്നിട്ടുണ്ട്. A ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് A ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ? സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ A ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. സെറ്റ് എ ഈക്വൽ ടു 2, 4, 6, 8. ഇനി എന്താണ് സെറ്റ് ബി? സെറ്റ് ബി ഈക്വൽ ടു 6, 8, 10, 12. ഇവിടെ നോക്കിക്കേ, ഈ എലിമെന്റ് 6 എന്ന് പറയുന്നത് സെറ്റ് എയ്ക്കും സെറ്റ് ബിക്കും കോമൺ ആണ്. അതുപോലെ ഈ എലിമെന്റ് 8 എന്ന് പറയുന്നതും സെറ്റ് എയ്ക്കും സെറ്റ് ബിക്കും കോമൺ ആണ്. വേറെ കോമൺ എലിമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ കോമൺ എലിമെന്റ്സിന്റെ സെറ്റ് ആണ്. അതായത് സെറ്റ് 6, 8. ഇതാണ് ആൻസർ. എക്സാമ്പിൾ 15ന്റെ വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. നമുക്ക് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത് 6, 8 എന്ന് കിട്ടി. ഈ 6ഉം 8ഉം എയ്ക്കും ബിക്കും കോമൺ ആണ്. അപ്പോൾ നമ്മൾ അത് എങ്ങനെ വെൻ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യണം എന്ന് നോക്കാം. ഇത് നമ്മുടെ സെറ്റ് എ, ഇത് സെറ്റ് ബി. ഈ ഒരു പോർഷൻ ആണ് എയ്ക്കും ബിക്കും കോമൺ ആയിട്ടുള്ളത്. അവിടെ നമുക്ക് 6ഉം 8ഉം എഴുതി കൊടുക്കാം. ഇനിയും സെറ്റ് എയിൽ ബാക്കിയുള്ള എലിമെന്റ്സ് ആരൊക്കെയാണ്? 2ഉം 4ഉം. 2ഉം 4ഉം മാർക്ക് ചെയ്യാം. അതുപോലെ ഈ സെറ്റ് ബിയിൽ ബാക്കിയുള്ള എലിമെന്റ്സ് ആരാണ്? 10ഉം 12ഉം. 10ഉം 12ഉം നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ വെൻ ഡയഗ്രാം മാർക്ക് ചെയ്യുമ്പോൾ ഈ 6ഉം 8ഉം ഉള്ള പോർഷൻ, അതായത് എയും ബിയും കൂടെ ഇന്റർസെക്ട് ചെയ്ത് നിൽക്കുന്ന പോർഷനാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. Example 16. Let set x equal to Ram, Geeta, Akbar be the set of students of class 11 who are in school hockey team. അതായത് സെറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 11ലെ ഹോക്കി ടീമിലുള്ള കുട്ടികളുടെ സെറ്റാണ്. ലെറ്റ് y equal to Geeta, David, Ashok be the set of students from class 11 who are in school football team. അതായത് y എന്ന് പറയുന്ന സെറ്റ് ക്ലാസ് 11ലെ ഫുട്ബോൾ ടീമിലുള്ള കുട്ടികളുടെ സെറ്റാണ്. ഇനി എന്താണ് എക്സ് ഇന്റർസെക്ഷൻ y എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എക്സിലും വൈയിലും കോമൺ ആയിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സിലും വൈയിലും ആരാണ് കോമൺ ആയിട്ടുള്ളത്? നോക്കിക്കേ, ഗീതയാണ് എക്സിലും വൈയിലും നമുക്ക് കോമൺ ആയിട്ട് ഉള്ളത്. അപ്പൊ എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് എഴുതാം? ഗീത എന്ന് എഴുതാം. അതായത് ഗീത എന്ന് പറയുന്ന കുട്ടി സ്കൂളിലെ ഹോക്കി ടീമിലും ഉണ്ട്, അതുപോലെ തന്നെ ഫുട്ബോൾ ടീമിലും ഉണ്ട്. എക്സാമ്പിൾ 17. Let set A equal to 1, 2, 3, 4, 5, 6, 7, 8, 9, 10 and set B equal to 2, 3, 5, 7. Find A intersection B and hence show that A intersection B equal to B. നമുക്ക് ആദ്യം സെറ്റ് എ എഴുതാം. എന്താണ് സെറ്റ് എയിലെ എലിമെന്റ്സ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി നമുക്ക് സെറ്റ് ബിയിലെ എലിമെന്റ്സ് എഴുതാം. 2, 3, 5, 7. ഇവിടെ നോക്കിക്കേ, 2 എന്ന് പറയുന്ന എലിമെന്റ് സെറ്റ് എയിലും സെറ്റ് ബിയിലും കോമൺ ആണ്.
3 എന്ന് പറയുന്ന എലിമെന്റും സെറ്റ് എയിലും സെറ്റ് ബിയിലും കോമൺ ആണ്. 5 എന്ന് പറയുന്ന എലിമെന്റും സെറ്റ് എയിലും സെറ്റ് ബിയിലും കോമൺ ആണ്. 7 എന്ന് പറയുന്ന എലിമെന്റും സെറ്റ് എയിലും സെറ്റ് ബിയിലും കോമൺ ആണ്. വേറെ എലിമെന്റ്സ് ഒന്നും കോമൺ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി എന്തെന്ന് കിട്ടും? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 2, 3, 5, 7 എന്ന് കിട്ടും. എന്താണ് ഈ സെറ്റ് 2, 3, 5, 7? സെറ്റ് 2, 3, 5, 7 എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് ബി തന്നെയാണ്. സോ നമുക്ക് 2, 3, 5, 7 പകരം സെറ്റ് ബി എന്ന് എഴുതാം. അതായത് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ബി എന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മളിതാ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ സെറ്റ് ബി എന്ന് പറയുന്ന 2, 3, 5, 7 ആ എലിമെന്റ്സ് എല്ലാം തന്നെ സെറ്റ് എയിലുണ്ട് അല്ലേ? 2, 3, 5, 7 എന്ന് പറയുന്ന എലിമെന്റ്സ് എല്ലാം സെറ്റ് എയിൽ ഉണ്ട്. അതായത് സെറ്റ് ബി എന്ന് പറയുന്നത് സെറ്റ് എയുടെ ഒരു സബ്സെറ്റ് ആണ്. അങ്ങനെ വരുന്ന കേസിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് ബി തന്നെ ആയിരിക്കും. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.